മാസപ്പടി കേസിൽ CMRL-നുമേൽ ED കുരുക്കുമുറുക്കുന്നു. കമ്പനി മറച്ചുവയ്ക്കുന്ന രേഖകൾ പിടിച്ചെടുക്കാൻ ഒരുങ്ങി ED. CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി 13 മണിക്കൂറിലധികം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാർ, മുൻ കാഷ്യർ KN വാസുദേവൻ എന്നിവർ ഇന്നും EDക്ക് മുൻപിൽ ഹാജരായി. മാസപ്പടി കേസിൽ അന്വേഷണ പരിധിയിലുള്ള വിവാദ കരിമണൽ കമ്പനി CMRL MD ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും സമൻസ് പ്രകാരം ഹാജരായ CMRL ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ED തുടർനീക്കങ്ങൾ ശക്തമാക്കിയത്. ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൈമാറാത്ത രേഖകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്കും ED കടക്കുന്നത്. CMRL ഓഫീസിലും MD ശശിധരൻ കർത്തയുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകളിലും കമ്പനിയുടെ സാമ്പത്തിക ഇടപാട് രേഖകൾ സൂക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത ED സംഘം ഏതാനും രേഖകൾ പകർത്തിക്കൊണ്ടുപോയിരുന്നു. മറ്റ് രേഖകളും ഇതേ രീതിയിൽ പിടിച്ചെടുക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് IT സേവനത്തിന്റെ മറവിൽ പണം നൽകിയതിന്റെ വിശദാംശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾക്ക് കടലാസ് കമ്പനികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നിവയാണ് ED പരിശോധിക്കുന്നത്. ആദായ നികുതി കണക്കുകളിൽ മറച്ചുവെച്ച് രഹസ്യമായി കൈമാറിയ പണത്തെക്കുറിച്ചും അന്വേഷണമുണ്ട്. കരാർ രേഖകളും വൗച്ചറുകളും കൈമാറാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആദായനികുതി വകുപ്പിന് രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും രഹസ്യ സ്വഭാവമുള്ള ഈ രേഖകൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ നിയമപരമായ ബാധ്യതയില്ലെന്നുമാണ് CMRL ചൂണ്ടിക്കാട്ടുന്നത്. ജനം, കൊച്ചി.